വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് പുതിയ അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ അധ്യായത്തിന്റെ പേര് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നതാണ്. പൂക്കളുടെ വില. പ്രഭാത് കുമാർ മുഖോപാധ്യായ് എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. The bonds of human relationship are very strong. They are so complex that it's difficult for us to explain. Words and deeds have a soothing effect, and they cement the bonds of relationship. Here is a story about the impact of words. Read on. The bonds of human relationship are very strong. മനുഷ്യബന്ധത്തിന്റെ ബോണ്ടുകൾ, കെട്ടുപാടുകൾ വളരെ സ്ട്രോങ് ആണ്. They are so complex. അത് ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ആണ്. It's difficult for us to explain. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. വേർഡ്സ് ആൻഡ് ഡീഡ്സ് ഹാവ് എ സൂതിങ് ഇഫക്റ്റ്. വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും യഥാർത്ഥത്തിൽ ഒരു പ്രവാചകത്വത്തിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. സൂതിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന്റെ എഫക്റ്റ്. ആൻഡ് ദ സിമെന്റ് ദ ബോണ്ട്സ് ഓഫ് റിലേഷൻഷിപ്പ്. അത് റിലേഷൻഷിപ്പിന്റെ ബോണ്ടുകളെ സിമെന്റ് ചെയ്യുന്നു, ഊട്ടിയുറപ്പിക്കുന്നു. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് ദ ഇമ്പാക്ട് ഓഫ് വേർഡ്സ്. റൈറ്റ് ഓൺ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് വാക്കുകളുടെ ഇമ്പാക്റ്റ് ഉള്ള ഒരു കഥയെ കുറിച്ചാണ്. Okay, right. Yes. It was nearly 1 o'clock and I was feeling extremely hungry. അത് ഞാനൊന്ന് വായിച്ചു തരാം, ഒന്ന് കേട്ടു നോക്കാം. നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ വായിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. കാരണം ഇംഗ്ലീഷിന്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. നമ്മളുടെ ഒരു സ്വാഭാവികമായ രീതിയിൽ വായിച്ചു പോരാണ്. So, I made my way slowly to a vegetarian restaurant, which was not far away, in St. Martin's Lane. Lunch hours in London restaurants were not so crowded in those days. Crowded എന്ന് വായിക്കുന്നത്. Okay, right. It was nearly 1 o'clock. ഏകദേശം അത് ഒരു മണിയായിട്ടുണ്ട്. It was nearly 1 o'clock. ഏകദേശം അത് ഒരു മണിയായിട്ടുണ്ട്. And I was feeling extremely hungry. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. I was feeling extremely, not extremely, extremely എന്ന് വായിക്കുന്നത്. I was feeling extremely hungry. എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. So I made my way slowly to a vegetarian restaurant. So അതുകൊണ്ട് I made my way, ഞാൻ എൻ്റെ വഴി ആക്കി എന്ന് പറഞ്ഞാൽ I made my way. Make my way എന്ന് പറഞ്ഞാൽ ഞാൻ പോവുക എന്നർത്ഥം. വഴിയാക്കി എന്നല്ല അതിനർത്ഥം പറയാം. Make my way എന്ന് പറഞ്ഞാൽ ഞാൻ പോവുക എന്നാണ് അർത്ഥം. Make my way. Okay. So I made my way. അതുകൊണ്ട് ഞാൻ പോയി. Slowly. എങ്ങനെ? Slowly. വളരെ മെല്ലെ ഞാൻ പോയി. Feeling extremely hungry. Feeling തോന്നിയിട്ടുണ്ട്. Extremely hungry. Extremely hungry. വളരെയധികം ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നിയത് കൊണ്ട് ഞാൻ മെല്ലെ പോയി. So I made my way slowly to a vegetarian restaurant. Sorry, ഇവിടെ ഒരു തെറ്റ് പറ്റിയാണ്. So I made my way. അതുകൊണ്ട് ഞാൻ പോയി slowly, വളരെ മെല്ലെ, to a vegetarian restaurant. ഒരു പച്ചക്കറി റെസ്റ്റോറന്റിലേക്ക് പോയി. Which was not far away. It was not far away. The restaurant was not far away. The restaurant was not more distance. ആ റെസ്റ്റോറന്റ് വളരെ അകലെ ആയിരുന്നില്ല. എവിടെയാണത്? In St. Martin's Lane. Lane means street. In St. Martin's Lane means in St. Martin's Street. അതെവിടെയായിരുന്നു? സെന്റ് മാർട്ടിൻസിന്റെ സ്ട്രീറ്റിലായിരുന്നു. Lunch hours in London restaurants were not so crowded in those days. Lunch hours. Lunch hours means the hours we are going to have a lunch. അല്ലെ, നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്ന ഹവേഴ്സിനെയാണ് നമ്മൾ ലഞ്ച് ഹവേഴ്സ് എന്ന് പറയാം. Lunch hours in London restaurants. In London restaurants, the restaurants in London. ലണ്ടനിലെ റെസ്റ്റോറന്റുകൾ ലഞ്ച് ഹവേഴ്സ് were not so crowded. Crowded എന്നാ വായിക്കേണ്ടത്. Crowded എന്നല്ല വായിക്കേണ്ടത്. Crowded. ഈ ഡിയും
ഈ രണ്ട് G ഒരുമിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ crowded എന്ന് വായിക്കണം, not crowded. Okay. Our lunch hours in London restaurants were not so crowded. അത് വളരെ crowded ആയിരുന്നില്ല. Crowdful, filled with the people. Crowd എന്ന് പറഞ്ഞ അർത്ഥം എന്താ? Filled with the people. ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞത്. It was not so crowded in those days. ആ ദിവസങ്ങളിൽ അത് വളരെയധികം crowded ആയിരുന്നില്ല. അതായത് ലണ്ടനിലെ ആ റെസ്റ്റോറൻസുകളൊന്നും വലിയ crowded ആയിരുന്നില്ല എന്നർത്ഥം. I found not more than 3 or 4 hungry people scattered around the room. I chose a table, seated myself, and opened the newspaper. I found, not more than 3 or 4 hungry people. I found not more than 3 or 4 hungry people. 3 or 4 hungry people. Hungry people means the people who are hungry. വിശപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 3 or 4 അധികം ആൾക്കാരൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ഞാൻ കണ്ടത് എത്ര പേരാണ്? 3 അല്ലെങ്കിൽ 4 ആളുകൾ. സ്കാറ്റേർഡ് around the room. അവരെവിടെയാണ്? സ്കാറ്റേർഡ് മീൻസ് സ്പ്രെഡ്. സ്കാറ്റേർഡ് മീൻസ് സ്പ്രെഡ് around the room. ആ റൂമിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു 4 or 3 പേരെയാണ് ഞാൻ കണ്ടത്. I chose a table. ഞാൻ എന്ത് ചെയ്തു? I chose a table. ഞാനൊരു ടേബിൾ സെലക്ട് ചെയ്തു. I chose a table. ഞാനൊരു ടേബിൾ സെലക്ട് ചെയ്തു. Seated myself and I was seated there. Seated myself means I found out a seat for myself. എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു സീറ്റ് ഇവിടെ കണ്ടുപിടിച്ചു. And opened the newspaper. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? Opened the newspaper. Newspaper തുറന്നു. Simple ആണ്. A waitress came up and waited politely for my order. I raised my eyes from the paper, glanced at the menu, and told her what I required. Thank you, sir, she said, and went briskly and noiselessly away. A waitress came up. Waitress എന്ന് പറഞ്ഞാൽ അറിയാലേ? A waitress came up. ഒരു waitress വന്നു and waited politely and waited, and she waited politely. Politely means gently. വളരെ മാന്യമായിട്ട്. Politely means gently. വളരെ മാന്യമായി. For my order. എന്റെ ഓർഡറിന് വേണ്ടി അവൾ വളരെ മാന്യമായിട്ട് കാത്തുനിന്നു. I raised my eyes. I just raised my eyes from the paper, from the newspaper. അല്ലേ? ഞാൻ just I was reading the newspaper. ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Just then I raised my eyes. ഞാൻ എൻ്റെ കൈകൾ ഉയർത്തി from my newspaper. എൻ്റെ ന്യൂസ് പേപ്പറിൽ നിന്ന്. And glanced at the menu. Glance at എന്ന് പറഞ്ഞാൽ glance at എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക എന്നാണ്. Glance at. Okay. Yes. Glance at എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. Glance at. തുറിച്ചു നോക്കുക എന്നർത്ഥം. Glance at. Okay. അപ്പൊ glanced at ഞാൻ തുറിച്ചു നോക്കി. എവിടേക്ക്? At the menu. ആ മെനുവിലേക്ക് ഞാൻ തുറിച്ചു നോക്കി. Glanced at the menu. മെനുവിലേക്ക് ഞാൻ തുറിച്ചു നോക്കി. And told her what I required. Require means need എന്നർത്ഥം. Require means meaning need. I told her. ഞാൻ അവളോട് പറഞ്ഞു what I required, what I needed. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ അവളോട് പറഞ്ഞു. Thank you sir, she said. അവൾ ഓർഡറൊക്കെ കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞു thank you sir, and went briskly and noiselessly away. And went briskly, വളരെ മാന്യമായിട്ട് വളരെ ശാന്തമായി അവൾ പോയി. And noiselessly away, വളരെ ഒച്ചയൊന്നുമില്ലാതെ അവൾ പോയി. At that moment, ആ ഒരു സമയത്ത് my attention was drawn to a table not far from mine. A young English girl was sitting there. She had been watching me with interested surprise, but turned her eyes away as soon as I looked at her. At that moment, ആ സമയത്ത് my attention was drawn to a table. My attention means എൻ്റെ ശ്രദ്ധ. Attention means ശ്രദ്ധ. My attention and Shraddha was drawn. Was drawn means ആകർഷിക്കപ്പെട്ടു, attracted എന്നർത്ഥം. My attention was drawn to a table. ഒരു ടേബിളിലേക്ക് എൻ്റെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. Not far from mine. It was not far from mine. That table was not far. That table was not distant from mine. From my table. എൻ്റെ ടേബിളിൽ നിന്നും ആ ടേബിൾ വളരെ ഡിസ്റ്റന്റ് ആയിരുന്നില്ല. അപ്പൊ ഒരു അങ്ങനെയുള്ള ഒരു ടേബിൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. A young English girl was sitting there. അവിടെ ആരാണ് ഇരിക്കുന്നത്? It's a very important character. A young English girl was sitting there. ഒരു ചെറുപ്പക്കാരിയായ ഒരു ഇംഗ്ലീഷ് ഗേൾ അവിടെ ഇരിക്കുന്നുണ്ട്. A young English girl was sitting there.
She had been watching me. അവൾ എന്താ ചെയ്യുന്നത്? She had been watching me. Watch means നോക്കിക്കൊണ്ട്. She had been looking me. അവൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. With interested surprise. With interested surprise. Surprise means wonderful, അല്ലേ? വളരെ അത്ഭുതം. With interested surprise. Interested ആണോ? With interested surprise. വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സർപ്രൈസോടുകൂടെ അവൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ turn her eyes away. Turn away എന്ന് പറഞ്ഞു. Turn away means തിരിഞ്ഞു കളിക്കുക. But turn her eyes away. പക്ഷെ അവളുടെ കണ്ണുകൾ വളരെ പെട്ടെന്ന് തിരിച്ചു. As soon as I looked at her. അപ്പോ as soon as means immediately. As soon as means immediately. മറക്കരുത്. As soon as immediately I looked at her. ഞാൻ അവളെ നോക്കിയ ഉടനെ അവളുടെ കണ്ണൊക്കെ വേഗം പോയി അവിടെ നിന്ന് മാറ്റി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ നോക്കുകയാണെന്ന് കണ്ടപ്പോൾ അവൾ വേഗം അവിടെ നിന്ന് മാറ്റി. The girl was 13 or 14 years old. ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ക്യാരക്ടറിസം ആണ് പറയുന്നത്. The girl was 13 or 14 years old. പെൺകുട്ടിക്ക് എത്ര വയസ്സുണ്ട്? 13 or 14. കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അല്ലെ? ഒന്നെങ്കിൽ 13 അല്ലെങ്കിൽ 14. Her clothes betrayed her poverty. Her clothes, അവളുടെ വസ്ത്രങ്ങൾ. Betrayed means said, പറയുക. നമ്മളോട് വിളിച്ചു പറയുന്നു. Her poverty, എന്തിനെ കുറിച്ച്? അവളുടെ ദാരിദ്ര്യത്തെ കുറിച്ച്. Poverty means ദാരിദ്ര്യം. അപ്പൊ അവളുടെ ദാരിദ്ര്യത്തെ കുറിച്ച് അവളുടെ വസ്ത്രം നമ്മളോട് നന്നായിട്ട് പറയുന്നു. പാവപ്പെട്ടവരുടെ വസ്ത്രം. Her hair hung in a heavy stream down her back. Her hair, അവളുടെ തലമുടി. hung means hang, തൂങ്ങിക്കിടക്കുക. Hung in a heavy stream, ഭയങ്കര കെട്ടിപ്പിടിച്ച ഒരു താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. down her back, അവളുടെ ബാക്കിൽ. Her eyes were large. അവളുടെ കണ്ണുകൾ വളരെ വലുതാണ്. Her eyes were large. ഇത് ക്യാരക്ടർ സ്കെച്ചാണ്. ഒരാളെ പറ്റി അയാളുടെ രൂപം എങ്ങനെ പറയാം? നോക്കൂ നിങ്ങൾ. വയസ്സ് പറഞ്ഞത് എങ്ങനെ നോക്കൂ. She was 13 or 14 years old. അപ്പൊ ഞാൻ എന്നെ പറ്റി പറയണ I was 33 years old. അതുപോലെ തന്നെ അത് നിങ്ങളെ പറ്റിയും അങ്ങനെ തന്നെ അല്ലേ? You are 16 years old. Her clothes betrayed her poverty. അവളുടെ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു. അവളുടെ മുടി her hair hung in a heavy stream down her back പറഞ്ഞു. Her eyes, അവളുടെ കണ്ണുകളെ പറ്റി പറഞ്ഞു. were large. They had a sad expression. Expression എന്നാ വായിക്കേണ്ടത് കേട്ടോ. Expression. They had sad expression. The eyes കണ്ണുകൾക്ക് എന്നുണ്ടായിരുന്നു. had a sad expression. വളരെ ദുഃഖപൂർണമായ ഒരു എക്സ്പ്രഷൻ നമുക്ക് ആ കണ്ണുകളിൽ കാണാൻ പറ്റും. I watched her. ഞാൻ അവളെ നിരീക്ഷിച്ചു. I watched her when she was not looking. അവൾ എന്നെ നോക്കാതിരിക്കുമ്പോൾ ഞാൻ അവളെ വാച്ച് ചെയ്തു. ഞാൻ അവളെ നോക്കിയപ്പോൾ അവൾ എന്റെ കയ്യിൽ നിന്ന് എന്റെ മുഖത്തുനിന്ന് ശ്രദ്ധ തിരിച്ചു പോയി അല്ലെ? അപ്പൊ ഞാൻ അവളെ അങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഷി വുഡ് നോട്ടീസ്. കാരണം എന്തുകൊണ്ട്? ഞാൻ അവളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ സോ ദാറ്റ് ഷി വുഡ് നോട്ട് നോട്ടീസ്. ഷി വുഡ് നോട്ട് ലുക്ക് അറ്റ് മീ. അവൾ എന്നെ നോക്കില്ല. സോ ദാറ്റ് അതുകൊണ്ട് ഷി വുഡ് നോട്ട് നോട്ടീസ്. അവൾ എന്നെ നോക്കില്ല. മൈ ലഞ്ച് വാസ് സെർവ്ഡ്. എന്റെ ലഞ്ച് സെർവ് ചെയ്യപ്പെട്ടു. അതായത് ഒരാള് മറ്റൊരാൾക്ക് ലഞ്ച് വിളമ്പി കൊടുക്കുമ്പോൾ അതിന് പറയുന്നതാണ് മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷി വാസ് ഫിനിഷിംഗ് ഹേഴ്സ്. അപ്പോ ആൻഡ് ഷി ഫിനിഷ്ഡ് ഹേഴ്സ്. her lunch. Hers means her lunch. She finished her lunch. അവൾ അവളുടെ ഭക്ഷണം ഫിനിഷ് ചെയ്തു. The waitress brought her the bill. അങ്ങനെ അവസാനം the waitress brought her the bill. Waitress അവൾക്ക് കൊണ്ടുവന്ന് ബില്ല് കൊണ്ടുവന്ന് കൊടുത്തു. Bills are paid at the desk. ആ bills are paid. ബില്ലുകളൊക്കെ പേ ചെയ്യപ്പെടും at the desk. ഒരു ഡെസ്കിന്റെ അവിടെ. As one goes out. ഒരാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ ചെല്ലും അവിടെ ഡെസ്കിൽ പോയിട്ട് ബില്ലുകളൊക്കെ പേ ചെയ്യും. Bills are paid at the desk as one goes out. The desk is near the door. ആ ഡെസ്ക് ആണെങ്കിലോ is near the door. എവിടെയാണത്? is near the door. അല്ലെ? is very near the door. ഡോറിന്റെ വളരെ അടുത്താണ്. The girl stood up. ആ പെൺകുട്ടി എഴുന്നേറ്റു. stood up. My eyes follow to her. വളരെ സിമ്പിൾ. My eyes follow to her. My eyes. എന്റെ കണ്ണുകൾ follow to her. അവളെ ഫോളോ ചെയ്തു. As she paid her bill, she asked the cashier in a low voice, "Please, miss, can you tell me if the gentleman is in India?" As she paid her bill. Pay the bill means bill pay cheya. As she paid her bill, അവളുടെ ബില്ല് പേ ചെയ്തപ്പോൾ she asked the cashier. അവള് കാഷ്യറിനോട് ചോദിക്കണം in a low voice. എങ്ങനെ? in a low voice. വളരെ ചെറിയൊരു ശബ്ദത്തിൽ ചോദിച്ചു. Please, miss, can you tell me? നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ? If that gentleman is an Indian. If എന്ന് പറയുന്ന ഈ വാക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്ന അർത്ഥത്തിലല്ല. Whether means എന്താ? വെദർ എന്ന് പറഞ്ഞാൽ എന്താ? വെദർ എന്ന് പറഞ്ഞാൽ
ആണോ ആണോ എന്ന അർത്ഥത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആണോ എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക്. അപ്പൊ ഇഫ് ദാറ്റ് ജെന്റിൽമാൻ, ആ ജെന്റിൽമാൻ ഇസ് എൻ ഇന്ത്യൻ, ഒരു ഇന്ത്യൻ ആണോ, കണ്ടോ, ഇസ് എൻ ഇന്ത്യൻ, ഒരു ഇന്ത്യൻ ആണോ എന്ന് നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ? ഇഫ് എന്നത് രണ്ടാമത്തെ അർത്ഥം ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ അർത്ഥം ആണെങ്കിൽ എന്നാണ്, ഇഫ് യു ഗോ, നീ പോകുന്നുവെങ്കിൽ എന്നർത്ഥം. പക്ഷെ ഇവിടെ പറയുന്നത് ആണോ എന്നർത്ഥത്തിൽ, ഒരു ചോദ്യചിഹ്നമായിട്ട്. സോ ദിസ് ഇഫ് ഇസ് വെരി സ്പെഷ്യൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഐ തിങ്ക് സോ, ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്, അദ്ദേഹം ചിലപ്പോൾ ഇന്ത്യക്കാരനാവാം. കാഷ്യൂർ ആൻസേർഡ്, കാഷ്യൂർ ഉത്തരം പറഞ്ഞു. ജസ്റ്റ് ഹി കം ഹിയർ ഓൾ ദ ടൈം, ജസ്റ്റ് ഹി കം ഹിയർ ഓൾ ദ ടൈം, എല്ലാ ടൈമും അവിടെ വരാറുണ്ടോ? ജസ്റ്റ് ഹി കം ഹിയർ, ജസ്റ്റ് ഹി കം ടു ദ റെസ്റ്റോറന്റ് ഓൾ ദ ടൈം, ഓൾവേസ്? Perhaps not. അല്ലല്ല, ഒരു പക്ഷെ അങ്ങനല്ല. He does not come here all the time. I do not recall. Recall means remember. Recall means remember. I do not remember having seen him before. മുമ്പ് ഞാൻ അവനെ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. I do not recall having seen him before. മുമ്പ് ഞാൻ അവനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, യെസ്, താങ്ക് യു said the girl. ആ പെൺകുട്ടി പറഞ്ഞു ഓക്കെ ശരി, താങ്ക് യു, നന്ദി, വിവരം തന്നത് നന്ദി. said the girl and looked at me once more. എന്നിട്ട് looked at me once more, ഒരിക്കൽ കൂടി എന്റെ നേരെ അദ്ദേഹം നോക്കി, അവളെ നോക്കി. with a startled air and went out. with a startled air. startled air എന്ന് പറഞ്ഞാല് പിന്നെ വളരെ ഒരു ശാന്തമായ ഒരു ശ്വാസ നിഗതിയോടുകൂടെ എന്ന് പറഞ്ഞിട്ട് with a startled air and went out. എന്നിട്ട് അവളെ പുറത്തേക്ക് പോയി. it surprised me, എന്നെ അത് അത്ഭുതപ്പെടുത്തി. അതെന്താ കാരണം? why, എന്തുകൊണ്ട്? what's the matter? what was the matter? what was the matter? എന്തായിരുന്നു കാര്യം? her interest in me aroused my interest in her. her interest in me, അവൾക്ക് എന്നിലുള്ള ഈ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് aroused my interest, എന്റെ താല്പര്യം ഉണർത്തി, in her, അവളിൽ. when I had finished my lunch, അങ്ങനെ അവസാനം when I had finished my lunch, I asked the waitress, do you know the girl who was sitting over there? when I had finished my lunch, ഞാൻ എന്റെ ലഞ്ചൊക്കെ പൂർത്തിയാക്കിയപ്പോ I asked her the waitress, ഞാൻ വൈട്രസിനോട് ചോദിച്ചു, do you know, നിങ്ങൾക്കറിയോ, do you know, നിങ്ങൾക്കറിയോ the girl, ആ പെൺകുട്ടിയെ, who was sitting over there, who was sitting there, she was sitting over the table to the next table, എന്റെ ടേബിളിന്റെ തൊട്ടപ്പുറത്ത് ഇരുന്നിരുന്ന ആ പെൺകുട്ടി നിങ്ങൾക്കറിയോ? no sir, I don't know sir, I don't know her, എനിക്കറിയില്ല. to speak of, വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കറിയില്ല, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കറിയില്ല. I have noticed she has lunch here on Saturdays. I have noticed, notice means ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക എന്നാണല്ലോ നോട്ടീസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, അല്ലെ? നമ്മൾ നോട്ടീസ് ബോർഡ് എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിക്കാനുള്ള ഒരു ഭാഗം. I have noticed she has lunch here on Saturdays. ശനിയാഴ്ചകളിൽ ഇവിടെ ലഞ്ചിന് അവള് വരാറുണ്ട് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. Doesn't she come on any other day? വേറൊരു ദിവസം അവള് വരാറില്ലേ? Doesn't she come on doesn't she come on other day? വേറൊരു ദിവസം അവള് വരാറില്ലേ? I never see her on other days. I never see her. വരാറുണ്ടോ വരാറില്ലെന്ന് I don't know. പക്ഷെ I never see her, ഞാൻ അവളെ കണ്ടിട്ടില്ല on other days except Saturday. സാറ്റർഡേ അല്ലാത്ത വേറെ ദിവസം ഞാൻ അവളെ കണ്ടിട്ടില്ല. Have you any idea who she is? അപ്പൊ ഇയാൾ ചോദിക്കാണ്, have you any idea, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ who she is, ആരാണ് അവളെന്ന്? Perhaps she works in a nearby shop. Perhaps ഒരുപക്ഷെ she works in a nearby shop, അവളൊരു ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ വർക്ക് ചെയ്യായിരിക്കാം. Perhaps she works in a nearby shop, ഏതെങ്കിലും ഷോപ്പിൽ വർക്ക് ചെയ്യായിരിക്കാം. How do you know? എന്ന് പറഞ്ഞാൽ അറിയാം. How do you know, നിങ്ങൾക്ക് അതെങ്ങനെ അറിയാം? ഏതെങ്കിലും അടുത്തുള്ള ഷോപ്പിൽ അവർ വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് അതെങ്ങനെ അറിയാം? അപ്പൊ ഇവളൊരു ന്യായം പറയാണ്. Saturday is payday. ശനിയാഴ്ചയാണ് സാധാരണഗതിയിൽ നമ്മൾ payday എന്ന ശമ്പളം കൊടുക്കണം, കൂലി കൊടുക്കുന്ന ദിവസം അതാണ്. That's when she comes. അതുകൊണ്ടാണ് അവൾ അപ്പോൾ വരുന്നത്. That's when she comes. അപ്പോൾ അവൾ വരുന്നതിന് കാരണം അതാണ്. On other days, വേറെ ദിവസങ്ങളിൽ on other days she may not be able to afford lunch. On other days, വേറെ ദിവസങ്ങളിൽ she may not be able, അവൾക്ക് കഴിയില്ലായിരിക്കാം. Able means കഴിയുക. To afford lunch. afford lunch എന്ന് പറഞ്ഞാൽ ലഞ്ച് വാങ്ങിക്കുന്നത്. She may not be able to afford lunch. വേറെ ദിവസങ്ങളിൽ ലഞ്ച് വാങ്ങിക്കാൻ അവൾക്ക് കഴിയില്ലായിരിക്കാം. Perhaps she does not earn very much. Perhaps ഒരുപക്ഷേ she does not earn. Earn means സമ്പാദിക്കുക. Earn, ഈ വാക്ക് അടിവരട്ട വാക്കുകളൊക്കെ നോട്ട് ചെയ്ത് എഴുതി വെക്കണേ. She does not earn very much. ഒരുപക്ഷെ അവള് ഒരുപാട് സമ്പാദിക്കുന്നില്ലായിരിക്കാം. I was moved by what she said. I was moved. Moved means surprised.
I was surprised by what she said, by hearing what she said. അവള് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. ഓക്കെ, നമുക്ക് അത്ര മതിയുന്നു. ഇതില് ഈ സൈഡിൽ എഴുതിയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെക്ക് ചെയ്യാം. അത് നമ്മൾ എഴുതി കൊണ്ടുവരേണ്ട ക്വസ്റ്റ്യൻസുകളാണ്. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why was the narrator's attention drawn to the English girl? Drawn means ഞാൻ പറഞ്ഞു അട്രാക്ട് ചെയ്യാം. Why was the narrator's attention? എന്തുകൊണ്ടാണ് എഴുത്തുകാരന്റെ ശ്രദ്ധ ഡ്രോൺ അട്രാക്ട് ചെയ്യപ്പെട്ടത് to the English girl, ആ ഇംഗ്ലീഷ് ഗേളിലേക്ക്? എന്തുകൊണ്ടാണ്? Just she looked at him. When he looked at her, she turned her eyes away. That's why the narrator's attention was drawn to the English girl. അതുകൊണ്ടാണ്. അതാണ് ഉത്തരം. അത് നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതാം, തെറ്റിയോ കൊണ്ട് എന്തോ ആവട്ടെ. വാട്ട്സ് യുവർ ഇംപ്രഷൻ ഓഫ് ദ ഗേൾ? ആ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങളുടെ ഒരു ഇംപ്രഷൻ എന്താണ്? അവളുടെ പ്രത്യേകതകളൊക്കെ നമ്മളോട് പറഞ്ഞു അല്ലേ? അവളുടെ പ്രത്യേകതകൾ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? എന്താണ് അവളുടെ ഇംപ്രഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? ഓക്കെ, അവള് എങ്ങനെയാണ്? അവൾക്ക് he had large eyes and she was 13 or 14 years old അല്ലെ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. And she was a very poor girl because her clothes betrayed that. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how do you know that the girl was interested in knowing the identity of the narrator? How do you know? എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലായത്? How do you understand that the girl was interested in knowing the identity of the narrator? ഈ നറേറ്ററിന്റെ ഐഡന്റിറ്റി തിരിച്ചറിയുന്നതിൽ ഗേൾ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റഡ് ആയതെന്ന് എനിക്ക് തോന്നിയത്? Because she asked the cashier that if the gentleman sitting there is an Indian. അല്ലെ, അവിടെ ഇരിക്കുന്ന ആ മനുഷ്യൻ ഇന്ത്യൻ ആണോ എന്ന് അവള് സ്വാഭാവികമായിട്ടും കാഷ്യറോട് ചോദിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇയാളുടെ കാര്യത്തിൽ ആ പെൺകുട്ടിക്ക് എന്തോ ഒരു താല്പര്യമുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, what do you understand about the probable financial condition of the girl? What do you understand? What do you know? നിങ്ങൾക്ക് എന്തറിയാം about the probable financial condition? Financial condition means economic condition, സാമ്പത്തിക അവസ്ഥ. probable means സാധ്യമായ. ആ പെൺകുട്ടിയുടെ സാമ്പത്തിക അവസ്ഥ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്? She was very poor. Yes, and she is working in a nearby shop and Saturday is payday and she comes there. Okay, റൈറ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങൾ അതിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുക. ഇതിൽ നോട്ട് ചെയ്യേണ്ട അർത്ഥങ്ങൾ നോട്ട് ചെയ്യുക, വായിച്ചു നോക്കുക. നമുക്ക് നാളെ ഇന്ന് നമുക്ക് എടുക്കുന്ന നമ്മളെ സൂം മീറ്റിംഗിൽ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യും. ഓക്കെ, റൈറ്റ്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് കാണുന്നത് വരെ താങ്ക് യു.